കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 6 തിങ്കളാഴ്ച പണിമുടക്കും. കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര വലിയ നഷ്ടം വരുത്തുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരത്തിനിറങ്ങുന്നത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പ്രിയദർശിനി പദ്ധതിയുമായി സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ KSRTC റെഗുലർ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ ഡീസൽ അടിക്കാൻ പോലും പണം ലഭിക്കുന്നില്ലെന്നും മറ്റു റൂട്ടുകളിൽ പ്രതിദിന വരുമാനത്തിൽ 1500 രൂപ മുതൽ 3000 രൂപ വരെ കുറയുന്നുണ്ടെന്നുമാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇങ്ങനെ പ്രതിസന്ധികൾ രൂക്ഷമായി അതിജീവനം അസാധ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ജൂൺ 6 തിങ്കളാഴ്ച സർവീസുകൾ മൊത്തമായി നിർത്തിവെച്ച് സമരത്തിനിറങ്ങുന്നത്. സൗജന്യയാത്ര വോട്ടർ ID മുഖേന ദിവസം 2 തവണയായി പരിമിതപ്പെടുത്തുക, ഇന്റർസ്റ്റേറ്റ് ടൗൺ ടു ടൗൺ ബസ്സുകളിൽ സൗജന്യം അനുവദിക്കരുത്, തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള വിഹിതം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി അംഗീകരിക്കുക, സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കുക, പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ വനിതകൾക്ക് കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുക, ഡീസലിന് 50% സബ്സിഡി അനുവദിക്കുക, സർക്കാർ ജീവനക്കാരായ സ്ത്രീകളെ ഒഴിവാക്കി വിദ്യാർത്ഥികളെയും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാരെയും മാത്രം സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരമെന്ന നിലയിൽ പണിമുടക്കുന്നത്. സമരത്തിന് തൊഴിലാളി യൂണിയനുകളുടെ എല്ലാവിധ പിന്തുണയുണ്ടെന്നും ഇവരുടെ പങ്കാളിത്തത്തോടെ ഈ ദിവസം കളക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഹൊസ്ദുർഗ് താലൂക്ക് സെക്രട്ടറിയുമായ AV പ്രദീപ് കുമാർ പറഞ്ഞു. KSRTC പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000-ഓളം സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധി നേരിടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 6 തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ട് കലക്ടറേറ്റ് ധർണയും മാർച്ചും സംഘടിപ്പിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിൽ ഞങ്ങൾക്കെതിരില്ല. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ ബസ് വ്യവസായം സംരക്ഷിച്ചുകൊണ്ട് വേണം ഇതുപോലെയുള്ള സൗജന്യ യാത്ര സംഘടിപ്പിക്കുന്ന ഒരു അഭിപ്രായമാണ് സംഘടന എന്നതിൽ നമുക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെ ഇനി സ്വകാര്യ ബസ്സുകൾ നിന്നുപോയാൽ വിദ്യാർത്ഥികളെ അടക്കം ഇത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സമരമാർഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ വ്യവസായം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും പല തീയതികളിലായി ഇതുപോലെയുള്ള സമര പരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്തത്. ഈ മാസം 20 മുതൽ 25 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ റിലേ നിരാഹാര സമരം നടക്കുകയാണ്. അതിൽ തൊഴിലാളികളും അതുപോലെ ബസ് ഉടമകളും അവരുടെ കുടുംബാംഗങ്ങളും പ്രസ്തുത സമരത്തിൽ അണിയേരുകയാണ്. ഓരോ ദിവസവും 3-2 ജില്ലകൾ കേന്ദ്രീകരിച്ച് അവിടെ നിരാഹാരം കിടക്കുകയാണ്. യാതൊരുവിധ കൂടിയാലോചനകളും മുന്നൊരുക്കങ്ങളുമില്ലാതെ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതി കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് വഴിതെളിക്കുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാനായി സർക്കാരിന് മുന്നിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ജില്ലയിലെ മുഴുവൻ ബസ്സുകളും പൂർണ്ണമായും സർവീസുകൾ നിർത്തിവെച്ച് സമരം ചെയ്യുന്നത്. അതേസമയം വരുമാനം കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിൽ പല ബസ് ഉടമകളും തൽക്കാലത്തേക്ക് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാലയളവിലെ ടാക്സ് ഒഴിവാക്കി കിട്ടുന്നതിനായി ഇവരിൽ പലരും RTO ഓഫീസുകളിൽ G-ഫോമുകളും നൽകുന്നുണ്ട്. G-ഫോം നൽകിയാൽ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ടാക്സ് കൊടുക്കാതെ വാഹനം സർവീസ് നടത്താതെ കയറ്റിയിടാൻ അനുമതി ലഭിക്കും. പിന്നീട് വേണമെങ്കിൽ ടാക്സ് അടച്ച് ഇറക്കുകയും ചെയ്യാം. ഇങ്ങനെയെങ്കിലും നിലവിലെ പ്രതിസന്ധികളെ ഒരു പരിധിവരെയെങ്കിലും മറികടക്കാനുള്ള പരമാവധി പരിശ്രമത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.